ഇന്നത്തെ മറ്റു പ്രധാനപ്പെട്ട വാർത്തകൾ പരിശോധിക്കാം. 2 ദിവസത്തെ സന്ദർശനത്തിന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് മണിപ്പൂരിലെത്തും. മണിപ്പൂരിലെത്തുന്ന രാഹുൽ ഇന്നും നാളെയുമാണ് വിവിധ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നവരെ സന്ദർശിക്കുക. കൂടാതെ സംഘർഷബാധിത പ്രദേശങ്ങളായ ഇംഫാൽ, ചുരാചന്ദ്പൂർ എന്നിവിടങ്ങളിലെ പൗരസമൂഹ പ്രവർത്തകരെയും സന്ദർശിക്കും. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും അനുഷ ഭരതൻ ചേരുന്നുണ്ട്. അനുഷ, 2 ദിവസത്തെ സന്ദർശനത്തിനായിട്ട് രാഹുൽ ഗാന്ധി ഇന്ന് മണിപ്പൂരിലെത്തുകയാണ്. എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? ആതിര, മെയ് 3-ന് ആരംഭിച്ച ഈ മണിപ്പൂരിലെ സംഘർഷത്തിന് ശേഷം ഇതാദ്യമായാണ് ഒരു കോൺഗ്രസ് നേതാവ് മണിപ്പൂർ സന്ദർശിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇന്നും നാളെയുമായാണ് മണിപ്പൂരിൽ ഉണ്ടാവുക. ഒപ്പം തന്നെ മണിപ്പൂരിലെ ഈ ഇംഫാൽ അടക്കമുള്ള സംഘർഷബാധിത മേഖലകളിലെല്ലാം തന്നെ അദ്ദേഹം സന്ദർശനം നടത്തും. പ്രധാനമായും ഇംഫാലും ഒപ്പം ചുർചന്ദാപൂർ തുടങ്ങിയ മേഖലകളിലും സന്ദർശനം നടത്തും. അവിടെയുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിലും രാഹുലിന്റെ സന്ദർശനമുണ്ട്. ഒപ്പം തന്നെ സിവിക് ഗ്രൂപ്പുകൾ, പൗരപ്രമുഖരുടെ ഗ്രൂപ്പുകളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും എന്നതാണ് നിലവിലുള്ള കോൺഗ്രസ് പാർട്ടിയുടെ ഈ രാഹുലിന്റെ സന്ദർശനത്തിന്റെ അജണ്ട. ഇത്തരത്തിൽ മെയ് 3-ന് ഒരു ട്രൈബൽ ലീഡേഴ്സ്, ഒരു സ്റ്റുഡൻസിന്റെ, അതായത് ട്രൈബൽ വിദ്യാർത്ഥികളുടെ ഒരു ജാഥയ്ക്കിടെയുണ്ടായ ഒരു സംഘർഷമാണ് ഇത്ര വലിയ ഒരു കലാപത്തിലേക്ക് മണിപ്പൂരിനെ കൊണ്ടുചെന്ന് എത്തിച്ചത്. അതുകൊണ്ട് തന്നെ രാഹുലിന്റെ സന്ദർശനം വലിയ വാർത്തയാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇതാദ്യമായാണ് ഒരു കോൺഗ്രസ് നേതാവ് ഇത്തരത്തിൽ മണിപ്പൂർ സന്ദർശിക്കുന്നത്. ഒപ്പം തന്നെ മണിപ്പൂരിന് സ്നേഹസാന്ത്വനവുമായാണ് കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി എത്തുന്നത് എന്നാണ് കോൺഗ്രസ് തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സന്ദർശനത്തിന് വളരെയേറെ പ്രത്യേകതകളുണ്ട്. പ്രധാനമായും ഈ നരേന്ദ്രമോദി ഈ മണിപ്പൂർ വിഷയത്തിൽ ഒരു 2 മാസം പിന്നിട്ടിട്ടും മൗനം തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഈ രാഹുലിന്റെ സന്ദർശനത്തിന് ഏറെ പ്രത്യേകതകളുണ്ട്. അദ്ദേഹം ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കുന്നതിനൊപ്പം തന്നെ ഈ ഗോത്ര വിഭാഗങ്ങളേറെയുള്ള സംഘർഷമേറെ ബാധിച്ച മൊയ്റാങ്, ബിഷ്ണുപൂർ തുടങ്ങിയ ജില്ലകളിലും അദ്ദേഹം സന്ദർശനം നടത്തും. വെള്ളിയാഴ്ച, നാളെ ഇംഫാലിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കാനാണ് നിലവിൽ രാഹുലിന്റെ പദ്ധതി. ഒപ്പം തന്നെ നിലവിൽ 300 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 50,000-ത്തിലധികം പേരാണ് കഴിയുന്നത്. ഈ മെയ് 3-ന് ആരംഭിച്ച സംഘർഷത്തിന് ശേഷം ഇതുവരെയും ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. അമിത്ഷാ നേരിട്ടെത്തി 4 ദിവസത്തോളം അവിടെ ക്യാമ്പ് ചെയ്യുകയും ചർച്ച നടത്തുകയും സമാധാനം പുനഃസ്ഥാപിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തെങ്കിലും അതൊന്നും തന്നെ ഫലവത്തായിട്ടുണ്ടായിരുന്നില്ല. അമിത്ഷാ അവിടെ നിന്ന് മടങ്ങിയതിനു ശേഷവും വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് പിന്നീടുണ്ടായത്. പിന്നീട് ഈ ആക്രമണങ്ങൾ ഭരിക്കുന്ന BJP നേതാക്കളുടെ വീടുകളിലേക്കും കേന്ദ്രമന്ത്രിയുടെ വീടുകളിലേക്കുമെല്ലാം വലിയ രീതിയിലുള്ള അക്രമവും തീവയ്പുമായിരുന്നു പിന്നീടുണ്ടായത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ സംഘർഷം ഇപ്പോഴും മണിപ്പൂരിൽ തുടരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രാധാന്യം ഈ സന്ദർശനത്തിനുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു മെയ്തികൾക്ക് സംവരണം ആവശ്യപ്പെട്ട് ഒരു സോളിഡാരിറ്റി മാർച്ചിൽ തുടങ്ങിയ സംഘർഷമാണ് ഇത്ര വലിയൊരു സംഘർഷത്തിലേക്ക് കലാശിച്ചത്. പ്രധാനമായും ഇംഫാലിലാണ് ഈ മെയ്തി വിഭാഗത്തിൽപ്പെട്ടവർ ഏറ്റവും കൂടുതലായി താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഘർഷം ഏറ്റവും കൂടുതൽ ബാധിച്ചതും ഇംഫാലിനെയാണ്. അതാണ് നാളെ ഈ ഇംഫാൽ സന്ദർശിക്കാൻ രാഹുൽ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി അതോടൊപ്പം തന്നെ കോൺഗ്രസ് എപ്പോഴും ആവശ്യപ്പെടുന്നത് മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗിന്റെ രാജിക്കാണ്. ആ രാജി ആവശ്യം BJPയുടെ കേന്ദ്ര നേതൃത്വം തള്ളുകയായിരുന്നു. മണിപ്പൂരിൽ ബിരേൻ സിംഗിന് തന്നെ തുടരാമെന്നായിരുന്നു അവരുടെ തീരുമാനം. RSS അടക്കം ഈ ഒരു തീരുമാനത്തിൽ ഒരു പുനർചിന്തനം വേണമെന്നാവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ BJP പൂർണ്ണമായും ബിരേൻ സിംഗിനെ പിന്തുണയ്ക്കുകയായിരുന്നു. തുടർന്ന് ബിരേൻ സിംഗ് തന്നെയാണ് ഇപ്പോഴും അവിടെ മുഖ്യമന്ത്രിയെ തുടരുന്നത്. അതോടൊപ്പം തന്നെ രാഷ്ട്രപതി ഭരണം എന്നൊരാവശ്യവും പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. എന്നാൽ അതും ഇപ്പോൾ വേണ്ട എന്നൊരു നിലപാടിലായിരുന്നു BJP എത്തിയത്. ഒപ്പം തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ മണിപ്പൂരിൽ ഒരു സമാധാനം പുനഃസ്ഥാപിക്കാനായി ഒരു സർവകക്ഷി യോഗം ഡൽഹിയിൽ ചേർന്നിരുന്നു. ഈ യോഗത്തിൽ പ്രമുഖ പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ആഭ്യന്തരമന്ത്രി ആവശ്യപ്പെട്ടത് കുറച്ച് സമയം വേണം ഈ പ്രശ്നം പരിഹരിക്കാൻ, അല്ലെങ്കിൽ ഇതൊരു ഒത്തുതീർപ്പിലേക്ക് എത്തിക്കാൻ എന്നതാണ്. എന്നാൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ 100-ലധികം പേർ മരിച്ചിട്ടും അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിട്ടും മൗനം തുടരുന്നത് എന്നതായിരുന്നു. അപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞ ഒരു ഉത്തരം, ഇത്തരത്തിൽ എല്ലാ ദിവസവും ഈ ഒരു വിഷയത്തെക്കുറിച്ച്, മണിപ്പൂർ വിഷയത്തെക്കുറിച്ച്
പ്രധാനമന്ത്രി താനുമായി ചർച്ച നടത്തുന്നുണ്ട് എന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് മണിപ്പൂരിൽ ഇത്തരത്തിലുള്ള ദുരിതാശ്വാസ പാക്കേജുകൾ അടക്കം താൻ പ്രഖ്യാപിക്കുന്നത് എന്നുമായിരുന്നു. എന്നാൽ മോദി ഇതുവരേക്കും നേരിട്ട് മണിപ്പൂർ വിഷയത്തെക്കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഇതും വലിയൊരു പ്രതിഷേധത്തിനിടയാക്കി. മല്ലികാർജുൻ ഖാർഗെ അടക്കമുള്ള കോൺഗ്രസ് അധ്യക്ഷൻ അടക്കമുള്ള എല്ലാ നേതാക്കളും പ്രതിപക്ഷ പാർട്ടികളും ഒരുമിച്ച് ആവശ്യപ്പെട്ടത് ബിരേൻ സിംഗ് രാജിവെക്കുക എന്നതായിരുന്നു. ബിരേൻ സിംഗിന് മണിപ്പൂരിൽ സമാധാന അന്തരീക്ഷം കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് തന്നെയായിരുന്നു അവർ അടിവരയിട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാഹുലിന്റെ സന്ദർശനം വലിയ രീതിയിൽ പ്രാധാന്യം ഏറെയുള്ളതാണ് ആതിര. അനുഷ, അതുപോലെ തന്നെ സംഘർഷബാധ പ്രദേശങ്ങളായ ഇൻഫാൽ, ചുരാചന്ദ്പൂർ എന്നിവിടങ്ങളിലെ പൗരസമൂഹ പ്രവർത്തകരെയും രാഹുൽ ഗാന്ധി സന്ദർശിക്കുന്നുണ്ട്. സന്ദർശനം ഒരു സ്നേഹ സന്ദേശം പകരാനെന്നാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ആതിര, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, മെയ് 3 ഈ സംഘർഷം ആരംഭിക്കുന്നത്. അതിനുശേഷം അനൗദ്യോഗികമായി പല നേതാക്കളും പോകുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായി ഇതാദ്യമായാണ് ഒരു കോൺഗ്രസ് നേതാവ്, അതും രാഹുൽ ഗാന്ധി, നേരിട്ട് മണിപ്പൂർ സന്ദർശിക്കുന്നത്. ഈ ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞൊരു പ്രഭാവം ഈ മണിപ്പൂരിലും ഉണ്ടാക്കാൻ പറ്റും എന്ന് കരുതിക്കൊണ്ട് തന്നെയായിരിക്കാം അദ്ദേഹത്തിൻ്റെ ഈ 2 ദിവസത്തേക്കുള്ള സന്ദർശനം. പ്രധാനമായും കശ്മീരിൽ എല്ലാം പോയി അദ്ദേഹം പറഞ്ഞത് സ്നേഹത്തിൻ്റെ കട തുറക്കാം, അത്തരമുള്ള കാര്യങ്ങളായിരുന്നു. ഈ മൊഹബത്ത് കി ദുക്കാൻ എന്ന അതേ ഒരു രീതിയിൽ തന്നെയാണ് മണിപ്പൂരിലേക്കും ഈ രാഹുൽ ഗാന്ധി എത്തുന്നത്. പ്രധാനമായും ഈ ഇംഫാലിലാണ് ഏറ്റവും കൂടുതൽ സംഘർഷം ബാധിച്ച ഒരു മേഖല. അതിനുള്ള പ്രധാന കാരണം ഈ ഇംഫാലിലാണ് ഏറ്റവും കൂടുതൽ മെയ്തി വിഭാഗം അധിവസിക്കുന്നത്. മെയ്തി കുക്കി വിഭാഗം തമ്മിലുള്ള സംഘർഷമായിരുന്നു. മെയ്തി ഏറ്റവും മണിപ്പൂരിലെ ജനസംഖ്യയിൽ ഏറ്റവും കൂടുതലുള്ള ഒരു വിഭാഗമാണ് മെയ്തി. ഈ മെയ്തി വിഭാഗത്തിന് സംവരണം നൽകിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെയായിരുന്നു വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം. ഇതാണ് 102-ലധികം പേർ മരിച്ചു എന്ന്, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്ന് സംസ്ഥാന സർക്കാർ തന്നെ പറഞ്ഞ വലിയൊരു വർഗീയ കലാപത്തിലേക്ക് മണിപ്പൂരിനെ കൊണ്ടുചെന്ന് എത്തിച്ചത്. സ്വാഭാവികമായും ഏറ്റവും കൂടുതൽ പേർ ഈ ഒരു മണിപ്പൂരിലെ ഇംഫാലിലാണ്, ഏറ്റവും തലസ്ഥാനമായ ഇംഫാലിലാണ് ഈ മെയ്തി വിഭാഗം ഏറ്റവും കൂടുതൽ താമസിക്കുന്നത്. അതേസമയം ഈ കുക്കി വിഭാഗം, നാഗ വിഭാഗം എന്നിവർ ഈ മണിപ്പൂരിലെ ഈ മെയ്തി വിഭാഗത്തെക്കാളും വളരെ താഴ്ന്ന ജനസംഖ്യയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇംഫാൽ ഇദ്ദേഹം സന്ദർശിക്കുന്നതോടൊപ്പം തന്നെ ഈ പ്രധാനമായും എല്ലാ ദുരിതാശ്വാസ ക്യാമ്പുകളും അദ്ദേഹം സന്ദർശിക്കും. അത്തരത്തിൽ എല്ലാ രീതിയിലും ഒരു സ്നേഹസ്പർശം അല്ലെങ്കിൽ സാന്ത്വനമാകാനാണ് രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ എത്തുന്നത്. അത്തരത്തിൽ മണിപ്പൂരിന് ഇപ്പോൾ വേണ്ടത് അതാണ് എന്നായിരുന്നു അന്ന് കോൺഗ്രസ് തന്നെ ട്വീറ്റ് ചെയ്തത്. രാഹുൽ ഗാന്ധി മണിപ്പൂരിലേക്ക് പോകുമെന്ന് അറിയിച്ചുകൊണ്ടുള്ള ട്വീറ്റിനൊപ്പം പറഞ്ഞത്. ആതിര, വ്യക്തമാണ് അനുഷ. 2 ദിവസത്തെ സന്ദർശനത്തിന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് മണിപ്പൂരിലെത്തും. മണിപ്പൂരിലെത്തുന്ന രാഹുൽ ഇന്നും നാളെയുമായി വിവിധ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നവരെ കാണും. കൂടാതെ സംഘർഷബാധ പ്രദേശങ്ങളായ ഇൻഫാൽ, ചുരാചന്ദ്പൂർ എന്നിവിടങ്ങളിലെ പൗരസമൂഹ പ്രവർത്തകരെയും സന്ദർശിക്കും. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും അനുഷ.